അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കണമെന്ന് ഹൈക്കോടതി കടുപ്പിച്ചു പറഞ്ഞതോടെ തിരുവനന്തപുരം നഗരം കൂടുതൽ സുന്ദരമായി. 4 ദിവസത്തിനിടെ ആയിരക്കണക്കിന് ഫ്ലെക്സുകളാണ് നഗരസഭ നിയോഗിച്ച പ്രത്യേക സ്ക്വാഡ് നീക്കം ചെയ്തത്. പൊതുസ്ഥലങ്ങൾ കയ്യേറിയുള്ള ഫ്ലെക്സുകൾ, അപകടാവസ്ഥയിലുള്ള ഫ്ലെക്സുകൾ, ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമെല്ലാം വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട്. ഇങ്ങനെ വിമർശനം കേട്ടിട്ട് ഇവരെല്ലാം നന്നായോ? നമുക്ക് തിരുവനന്തപുരം നഗരത്തിലൊന്ന് കറങ്ങി വരാം. ബേക്കറി ജംഗ്ഷൻ കുറച്ച് നാൾ മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതായിരുന്നില്ല കാഴ്ച. സെവിനെ, അപ്പോൾ കോടതി ഒന്ന് വടിയെടുത്തപ്പം ഇവർ നന്നായി കുറച്ചൊക്കെ എന്ന് തോന്നുന്നു. ഇതുപോലെ കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കൂ എന്ന വാശിയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതല്ലേ ഈ കാഴ്ചയൊക്കെ കാണിക്കുന്നത്. ഇനിയും ചിലയിടങ്ങളിൽ അതൊക്കെ മാറാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ഇത് ഉള്ളൂർ ജംഗ്ഷൻ, തിരുവനന്തപുരം നഗരത്തിലെ മെഡിക്കൽ കോളേജ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചില കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം. ആരുടെയെങ്കിലും തലയിൽ വീഴാൻ കാത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഫ്ലെക്സ്. വീണാൽ കാര്യം നടക്കില്ല, വീഴുന്നവരുടെ കാര്യം കട്ടപ്പുകയാവും. ഒപ്പം ശശി തരൂരിന്റെ ഫ്ലെക്സും ഉണ്ട്. ഒരു കാറ്റടിച്ചാൽ പോലും ഇതൊക്കെ മറിഞ്ഞ് ഈ ഭാഗത്തേക്ക് വീഴും. സ്റ്റെഫിനെ, പഴയതുപോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. വെടിപ്പായിട്ടുണ്ട്. ഫ്ലെക്സുകളെല്ലാം പിറക്കി മാറ്റി. അന്നും പക്ഷേ ഈ ഉത്തരവൊക്കെ ഉണ്ടായിരുന്നു, ഫ്ലെക്സുകൾ പിറക്കി മാറ്റണമെന്ന ഉത്തരവ്. 7 ദിവസമായിരുന്നു സമയപരിധി. അന്ന് പക്ഷേ അതിന് പുല്ല് വിലയാണ് കൽപ്പിച്ച് നൽകിയത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയല്ല. സ്റ്റെഫിനെ, നമ്മൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ എല്ലാം ഒന്ന് കറങ്ങി. ഇപ്പോൾ കറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭൂരിഭാഗം സ്ഥലങ്ങളും കോടതി പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ അപൂർവം ചില സ്ഥലത്ത് ഇതുപോലെ ചില ഫ്ലെക്സുകൾ ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് കുറേ പഴക്കവുമുണ്ട്. വൺ സൈഡ് ലാലേട്ടൻ പോലെ ഒരു ചെറിയ ചെരുവുമൊക്കെയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിലയിടങ്ങളിലുണ്ട്. ഇത് മാത്രമല്ല, ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കാണാം വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഫ്ലെക്സാണ്. ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞു സമ്മേളനം കഴിഞ്ഞിട്ട്. അതും മാറ്റിയിട്ടില്ല. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഫ്ലെക്സുകളുണ്ട്. പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള ഫ്ലെക്സുകളും മാറ്റി നഗരം കൂടുതൽ മനോഹരമാകും എന്ന് പ്രതീക്ഷിക്കാം. അമൽ തേനമ്പറമ്പിലും ക്യാമറമാൻ MS സുജിത്തിനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോടതി വിചാരിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഇതിനോടൊക്കെ നമുക്ക് തെളിഞ്ഞിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു. ഇനിയും ഇത്തരം ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക.